പപ്പയുടെ പെട്ടെന്നുള്ള മരണം. അതിനുശേഷമാണ് മമ്മി ഒരു രോഗിയായത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മമ്മിക്ക് ഞാനും എനിക്ക് മമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മമ്മിയുടെ മരണം കൂടിയായപ്പോൾ ശരിക്കും ഞാൻ തനിച്ചായതുപോലെ. എങ്ങനെയുണ്ട് പുതിയ സ്ഥലത്തെ താമസമൊക്കെ? ആ, കുഴപ്പമില്ല. ജവഹർ കോളനി അല്ലേ, അതിനടുത്താ മമ്മിയുടെ വീട്. ആണോ? അതിനടുത്ത് തന്നെ എന്റെയും വീട്. കഷ്ടി 1 കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന്. ഓ, മമ്മയെ കൂടാതെ വേറെ ആരൊക്കെ ഉണ്ട് അവിടെ? മാമന്മാർ ഒന്നല്ല 4 പേർ. എന്നിട്ട് ഇതുവരെ അവരെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അവളോടതിന് ഒരു മറുപടി പറയാൻ ഞാൻ ശ്രമിച്ചില്ല. എൻ്റെ മമ്മി പോലും അവരെക്കുറിച്ച് പലതും മറച്ചു വെച്ചു. ചിലപ്പോൾ അവരെ കാണുന്നതോ അവരുമായി ഇടപഴകുന്നതോ ഇഷ്ടമല്ലായിരിക്കും. മമ്മിക്ക് അവരെ ഭയമായിരുന്നു. അതുപോലെ അവരും ഭയന്ന് ജീവിക്കുന്നവരായിരുന്നു. മമ്മി അവസാന നാളുകളിൽ അവരെക്കുറിച്ച് എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വേദനകൾക്കിടയിൽ വാക്കുകളെല്ലാം അവ്യക്തമായിരുന്നു. എന്തായിരിക്കും മമ്മി പറയാൻ ശ്രമിച്ചത്? മൂന്ന്, 4, 5. എടാ അത് എണ്ണി വെച്ചതാ. അതിനകത്ത് വെച്ചാ പോരെ? വെച്ചാ മതി. നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനെ വലിച്ചേരണ്ടാവും. ഇവരിൽ മൂത്തത് ജോസങ്കിളാണ്. പുള്ളി ഒളിവിലാണെന്നറിയാം. ഇടയ്ക്കിടെ പോലീസ് അങ്കിളിനെ തിരഞ്ഞു വരാറുണ്ട്. ഒളിവിലാണെങ്കിലും മറ്റുള്ള മാമന്മാരും ജോസങ്കിളുടെ ഇടപാട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോഴും നോട്ടുകൾ അടുക്കി വെക്കുന്നത് കാണാം. പക്ഷേ എന്തൊക്കെയാണ് ഇടപാടുകളെന്ന് എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഡ്രഗ്സ് പോലെ എന്തോ ആവാം. പിന്നെ നമ്മുടെ മുസ്തഫ എഴുന്നേറ്റോ? 1 രൂപ വേണമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ മോൾക്ക് എന്തോ ഓപ്പറേഷനോ എടുത്തു. ജ്യൂസ് വേണോ മോനെ നിനക്ക്? ഏയ് വേണ്ട വന്നു. ഇവിടുത്തെ താമസമൊക്കെ നിനക്ക് ആ, ഇഷ്ടമായി? ഇഷ്ടമായി. ജ്യൂസ് നല്ലതാണ്. വേണ്ട, കുഴപ്പമില്ല. നീ എഴുന്നെടുത്തു. അതാ ഇതുവരെ എന്നെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നിനക്ക് എത്ര വേണ്ടത്? 3 കെട്ടെടുത്ത് ബാഗിൽ വെച്ചു. റൂബി, ഗോ ഗോ ഗോ, ടേക്ക് റെസ്റ്റ്. മമ്മ, ഇത് വെള്ളം ചൂടാക്കില്ലേ മമ്മ? അയ്യോ മറന്നു. മതിയോ? എനിക്ക് 9 മണിക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ചൂടാവല്ലേ, ഇപ്പൊ റെഡിയാക്കി എന്താ മമ്മ, എന്താ മമ്മ ഇത്? കുഞ്ഞുമാവ തണുത്ത വെള്ളത്തിൽ കുളിച്ചാലേ പനി വരും. എടുത്തു വെച്ചു. ഒന്ന് പോടാ. മമ്മയാണ് ഇവർക്കെല്ലാം. മമ്മയ്ക്കും അങ്ങനെ തന്നെ. ഇവർ നടത്തുന്ന എല്ലാ ഇല്ലീഗൽ ഇടപാടുകൾക്കും പൂർണ്ണ പിന്തുണയുമായി മമ്മ കൂടെ തന്നെയുണ്ട്. ഇതുമായൊക്കെ പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ് ഞാനും. അമ്മാവന്മാരിൽ ഏറ്റവും ഡീസന്റ് എബിയങ്കിളാണ്. എബിയങ്കിളിന് മാത്രമേ ഒരു കുടുംബമുള്ളൂ. നിലവിൽ ഇല്ലീഗലായ എല്ലാ ഇടപാടുകളും നിർത്തി ഈ കുടുംബത്തിൽ നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ. അതുകൊണ്ട് തന്നെ ജോസങ്കിൾ ഒഴികെ മറ്റു മാമന്മാരുമായി പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അവരൊക്കെ എബിയങ്കിളിനെ കളിയാക്കാറുമുണ്ട്. എന്നാലും എബിയങ്കിളിന് പ്രതീക്ഷയുണ്ട് ഒരു നല്ല ജീവിതത്തെക്കുറിച്ച്. Hello, Papa is home. Come on. Hey. അവൾക്കൂടെ കൊടുക്കടാ, സൂക്ഷിച്ചു വെച്ചോ. എന്തായി? ചോറൊന്നും ആയില്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 5 മിനിറ്റ്. നേരമായിരുന്നു. മനുഷ്യരുടെ വിശന്ന് കുടല് കഴിഞ്ഞിരിക്കുമ്പോഴാണ്.
വേഗം എടുത്ത് നോക്കി. ആ ഹലോ, എന്താണ് വിശേഷം? വിശക്കുന്നുണ്ടോ? എനിക്കും വിശക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒരേ മെനുവാ. കാലത്ത് ഇഡ്ഡലി, ഉച്ചയ്ക്ക് ചോറ്. മേശപ്പുറത്തൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് സമാധാനപ്പെടേണ്ടേ ബി. നിനക്ക് കാറൊന്നുമില്ല കളിക്കാൻ. നിനക്ക് ഞാനൊരു ബെൻസ് വാങ്ങിച്ചു. ബെൻസ്. ഇത് ഇന്നത്തെ പേപ്പറല്ലോ. ബെഡ്റൂമിൽ കൊണ്ടുപോയി വെച്ചോ? ഇല്ല, എടുത്തിട്ടില്ല. ഉച്ചയായി, പേപ്പർ ഒന്നും എടുത്തൂടെ? അതിനെന്റെ കൈയൊന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ? ഇനിയിപ്പോ ഞാൻ എടുത്തോളാം. ഇതൊന്നും ജോസങ്കിളിനെ തിരഞ്ഞ് പോലീസുകാർ എല്ലായിടത്തും എത്താറുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ. എബിയങ്കിളാണെങ്കിൽ പലപ്പോഴും പരിഹസിച്ചാണ് വിടാറ്. അതിൻ്റെ ഒരു അരിശം അവർക്കുണ്ടെങ്കിലും അവരത് പുറമേ പ്രകടിപ്പിക്കാറില്ല. സാറന്മാർ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ വന്നിട്ടില്ല, വരാറുമില്ല. തന്നോട് ആര് പറഞ്ഞു ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ഒന്ന് പോടോ. സാറിന് ഈ പൂവ് വേണം. നല്ല മണമുള്ള പൂവാ. ഈ പരിസരത്തൊന്നും ഇത്രയും മണമുള്ള പൂവ് കിട്ടില്ല. വാങ്ങിക്കൂ സാറേ. കുറെ നേരമായില്ലേ വെയിറ്റ് ചെയ്യുന്നു. വാങ്ങിക്കൂ സാറേ. ഹാവ് എ നൈസ് ഡേ. ഇവന്റെ അഹങ്കാരം ഞാൻ തീർക്കുന്നുണ്ട്. അവനെ നമുക്ക് പിന്നെ കിട്ടും. ഭാര്യയും മക്കളും കാറിലുണ്ട്. പച്ചക്കറി നോക്കാനെന്നാ പറഞ്ഞത്. അല്ല, ഫോണിലൂടെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പഴയതുപോലെ അല്ല കാര്യങ്ങൾ. പേഴ്സൻറ്റേജ് കൂട്ടിത്തരണം. കഴിഞ്ഞ 3-4 വട്ടം പറഞ്ഞു തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. നടക്കില്ല. അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? ഇല്ലല്ലോ. ഈ കച്ചവടത്തിൽ നഷ്ടം വന്നാൽ താൻ സഹിക്കൂ. അത് പിന്നെ ഇപ്പൊ കൈനനേതാണല്ലോ കിട്ടുന്നത്. ചുമ്മാ കിട്ടുമ്പോ അങ്ങനെയാ. ഇത് മനുഷ്യന്റെ മാത്രം സ്വഭാവം. സോളമ, ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന കാര്യം മറക്കണ്ട. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നുണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റ് 1 വർഷം തരുന്നതിന്റെ 10 ഇരട്ടിയാ ഞങ്ങൾ തനിക്ക് തരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ പേര് നടക്കുന്ന സുധാകരന്മാരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെയും കിട്ടും. പിന്നെ അപ്പന്റെ കാലം മുതലേ ഞങ്ങളുടെ ഡീലിൽ താനും ഉണ്ട്. അതിന്റെ പേരിൽ വെറുതെ അത്യാഗ്രഹം കാണിക്കില്ല സുധാകര. മുസ്തഫ, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന്. റാക്കെല്ലാം കാലിയാ. ഞാൻ എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്. ലിസ്റ്റ് ഉണ്ടായിക്കോ. ഓക്കെ, പെട്ടെന്ന് കാണാം. ശരി. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, സൂപ്പർ മാർക്കറ്റിൽ എന്താ കാര്യം? ചുമ്മാ ജോസ് ചായനൊന്ന് കാണാനാ. പുറത്തിറങ്ങാൻ പറ്റാത്ത ആളിപ്പോ സൂപ്പർ മാർക്കറ്റിലാണോ ഉള്ളത്? എന്താണോ അത്ര അർജന്റ്? ഒന്നുമില്ല, ചെറിയൊരു ഡീൽ. എന്തിനു ചെറുതാക്കുന്നേ? വലിയ ഡീലാക്കി കൂടെ? നിന്നോട് ഇതിൽ ഇടപെടണ്ടെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞില്ല ഡേസി. നമ്മുടെ 2 പിള്ളേരെ ഓർമ്മയല്ലേ? ഞാൻ അതിലാ ഇടപെട്ടത്. അവരുടെ ഡാഡിയുടെ ജോലി എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? മയക്കുമരുന്നിന്റെ കച്ചവടമാണെന്നോ? ഇതൊക്കെ നിനക്ക് മുന്നേ അറിയണതല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ എൻ്റെ തൊഴിലിനെ പറ്റി. ആ സമയത്ത് ഇതൊന്നും തിരിച്ചറിയാനുള്ള വകതിരിവ് എനിക്കില്ലായിരുന്നു എന്നറിയാലോ. ഒട്ടുമിക്ക ദിവസങ്ങളിലും ജോസ് ചായനെ തെരഞ്ഞ് പോലീസുകാർ ഇവിടെ വരും. ഇവിടേക്ക് എന്തിനാ അവർ വരുന്നേ? കുട്ടികളും പേടിക്കണു. എബി, മാന്യമായിട്ട് ജീവിക്കാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഷ്ടപ്പെടാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ഷമിക്കുക ഡേസി. മടുത്തു ശരിക്കും. എനിക്കറിയാം ഇതൊരു ചുഴിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നേക്കാൾ ആഗ്രഹം എനിക്കുണ്ട്. മക്കളെ തിരിച്ചറിയുന്നതിന് മുമ്പ് ഇതൊക്കെ എനിക്ക് അവസാനിപ്പിക്കണം. ഇയാളൊന്ന് പോയേ, എനിക്ക് ജോലിയുണ്ട്.
നീ എനിക്ക് ആ ലിസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യും. ഇച്ചാനെ കാണാൻ ഇപ്പൊ പാത്തും പതിങ്ങി വരേണ്ട അവസ്ഥയായി. നമുക്കിതൊക്കെ അവസാനിപ്പിച്ചൂടെ? അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ച് ഷെയർ മാർക്കറ്റിലോ മറ്റോ. അതിനെനിക്ക് കമ്പ്യൂട്ടർ അറിയണ്ടേ? എനിക്കാണെങ്കിൽ ഒന്നും അറിയയില്ല. എന്നാ പിന്നെ വേറെന്തെങ്കിലും ബിസിനസ് നോക്കാലോ. എന്തിനാ വേറെ ബിസിനസ് നോക്കുന്നത്? അപ്പനായിട്ട് ഒരു വഴി കാണിച്ചു തന്നിട്ടില്ലേ? മരുന്ന് കച്ചവടം. മയക്കുമരുന്നെന്ന് പറ. ആ, മയക്കാണെങ്കിലും അതും മരുന്നല്ലേ. നമുക്ക് ആ ബിസിനസ് മതി. മതി. നന്നാവുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. എടാ, ഏത് സാധാരണക്കാരനും നീ പറഞ്ഞൊക്കെ പറ്റും. പക്ഷെ ഒരു ഗാമ്പിനും ആവാൻ എല്ലാവർക്കും പറ്റില്ല. അതിന് ചങ്കൂറ്റം വേണം. താല്പര്യം വേണ്ട. ഞാനേ ഷോപ്പിങ്ങിന് പോവാ. ഞാൻ ആ വഴിയിലിറക്കാം. ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ആളെ കാണായിരുന്നു. ഞങ്ങൾക്ക് അവനെ തന്നെ വേണമെന്നില്ല. തീരുമാനാക്കാൻ നീയായാലും മതി. തീരുമാനമാകുമ്പോൾ അറിയിക്കണം. ശരി, പോയിട്ടേ, കുറച്ച് തിരക്കുണ്ട്. അവളോട് പറഞ്ഞു. ശരി, ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. അവൾ അറിഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഹേയ്, എന്താ സോളമ? എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കേ. എന്ത് വിധി നീ പറയണേ? മോനെ, സോളമ, സോളമ, നീ എന്താ ഈ കാണിക്കുന്നേ?
അമ്മ എവിടെ? ചൈന വിട്ടു പോയതാ. ആ. Cheers. നാണല്ലോടാ പെൺകുട്ടികളെ പോലെ ബിയറടിക്കാൻ. ഇതേ എൻ്റെ ഇഷ്ടം. ഓ. ആ. കുറച്ചു കാലമായി നിന്നോടൊരു കാര്യം തിരക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ? നിനക്കെന്തെങ്കിലും കേസ് കിട്ടുണ്ടോ? ഇച്ചായനത് ഒരുമാതിരി വളച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പറ. ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലേ? അതെന്ത് പറ്റി? പ്രേമിച്ച് സമയം കളയാനൊന്നും എന്നെ കിട്ടില്ല. നോ ഇൻട്രസ്റ്റ്. ഓ. പിന്നെ എങ്ങനെയാ ഈ സമയമൊക്കെ കളയാൻ പോകുന്നത്? ഇങ്ങനെ ബിയർ കുടിച്ചോ? അതോ മറ്റവനെ മൂക്കി വലിച്ചോ? തൊണ്ടാട് ബൈപ്പാസ് റോഡിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു കാറ് കിടന്നു. ഓവർ. തൊണ്ടയാട് ബൈപ്പാസ് എന്ന് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. ഓവർ. ആംബുലൻസിനോടാണോ നിന്റെ കളി? പട്ടി. എന്തു പറ്റി? എന്താ തനിച്ച്? അവരൊക്കെ എവിടെ? ചിലക്കാണ്ട് പോകുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. ഏയ് മുസ്തഫ, നിന്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാം. ഏത് ബാർബർ ഷോപ്പിൽ നിന്നാണ് വെട്ടിയത്? ബാബ ഷോപ്പിൽ നിന്നല്ല. സെൽഫ് കട്ടിംഗ് ആണോ? ഒരു ഫ്രണ്ട് വെട്ടി തന്ന. ഫ്രണ്ട് എന്ന് പറഞ്ഞ ഗേൾ ഫ്രണ്ട് ആണോ? എന്തായിരുന്നു അവളുടെ പേര്? മറന്നു. സൽമ. ആ, കണ്ട പറയത്തില്ല അവള് വെട്ടുവന്ന്. പുറത്തുള്ളവർക്ക് വെട്ടിക്കൊടുക്കൂ. കണ്ടില്ലേ ഈ മുടി? ഇത് നല്ല സ്റ്റൈലായിട്ട് വെട്ടാൻ. നീ പറഞ്ഞാൽ അവള് വെട്ടിത്തരും, പറയില്ലേ? ഒന്നുമില്ലേലും ഞാൻ നിന്റെ അങ്കിളല്ലേ? ഏയ് മുസ്തഫ, കോഫി?
എന്താ പേര്? മുസ്തഫ. ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ എനിക്ക് മുസ്തഫയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ജോസ്, അലക്സ്, പിന്നെ ഒരുത്തനുണ്ടല്ലോ, ആരാത്? സോളമൻ. ആ, സോളമൻ. അവനെ മാത്രം കിട്ടിയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തൻ്റെ മുഴുവൻ പേരെന്താന്ന് പറഞ്ഞു? മുസ്തഫ അഹമ്മദ്. അഹമ്മദ് ഫാദറാണോ? അതെ. താൻ ഈ ഇവരുമായിട്ടുള്ള ബന്ധം എന്താ? ഈ വീടുമായിട്ടുള്ള ബന്ധം? എൻ്റെ മമ്മിയുടെ വീടാണ്. ആ, അപ്പോൾ ഈ ജോസും അലക്സും? മമ്മിയുടെ ബ്രദേഴ്സാണ്. മമ്മിയുടെ പേര്? അലീന കാർലോസ്. മമ്മി ഇവരുമായിട്ടൊക്കെ എങ്ങനെയാ? വരവും പോക്കൊക്കെ ഉണ്ടോ? ഇല്ല, മമ്മി മരിക്കുന്നവരെ എനിക്കും ബന്ധമില്ലായിരുന്നു. മമ്മി മരിച്ചിട്ട് കുറേ നാളായോ? കഴിഞ്ഞ മാസം മരിച്ചു. ക്യാൻസർ ആയിരുന്നു. ഇന്നലെ മുസ്തഫ എവിടെയായിരുന്നു? ജോസങ്ങളുടെ വീട്ടിൽ. ഇന്നലെ രാത്രി അവരൊക്കെ എവിടെ പോയെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പറ, എവിടേക്കാ പോയത്? അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച എബിയങ്കിളുമായിട്ട് എങ്ങനെയാ? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എബിയങ്കിളിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആ, അപ്പം മറ്റുള്ള അങ്കിൾമാരൊക്കെ പ്രശ്നക്കാരായിരുന്നല്ലേ? അങ്ങനെയല്ല, എബിയങ്കിൾ ഒരു പാവമായിരുന്നു. എബിയങ്കിൾ കൊല്ലപ്പെടുമ്പോൾ മുസ്തഫ എവിടാ? ഞാൻ മമ്മയുടെ ഒപ്പം വീട്ടിലായിരുന്നു. എങ്ങനെയായിരുന്നു അങ്കിളുമാരുടെയൊക്കെ റിയാക്ഷൻസ്? മനസ്സിലായില്ല. അല്ല, ഈ വെടിയേറ്റാണല്ലോ മരിച്ചത്. ഈ അമ്മാവന്മാരൊക്കെ എങ്ങനെയാ പ്രതികരിച്ചത്? അവരെല്ലാം വലിയ സങ്കടത്തിലായിരുന്നു. ഈ സങ്കടം എന്ന് പറയുമ്പോൾ സങ്കടം സഹിக்க വയ്യാതെ ഇതിന് പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ? ആരായാലും അങ്ങനെയൊക്കെയല്ലേ? സോളമനങ്ങൾ മാത്രമാണ് ബഹളം വെച്ച്. ആ, അപ്പൊ ഈ സോളമനങ്ങളായിരിക്കും പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ഇല്ല സാർ, ബഹളം വെച്ചത് ശരിയാ. പിന്നെ കുറെ നേരം കരഞ്ഞു. എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ക്രൈംബ്രാഞ്ച് DYSP പ്രദീപ് കുമാർ. ഇത് നോർത്ത് CI അലക്സ് പോൾ. മുസ്തഫ എന്തെങ്കിലും കഴിച്ചിരുന്നു? കഴിച്ചോ സാർ? ആവശ്യം വരുമ്പോൾ വിളിക്കും. ഇനിയും കാണേണ്ടി വരും. ആ സമയത്ത് ഞാൻ എബിയുടെ വീട്ടിലായതാ എല്ലാ പ്രശ്നത്തിനും കാരണം. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവർ ഈ മരണം ചോദിച്ചു വാങ്ങിയതാ. ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നിങ്ങളൊക്കെ? നമ്മുടെ എബിയെ കൊന്ന് അവനെ പിന്നെ എന്ത് ചെയ്യണമെന്ന മമ്മ പറയുന്നത്? കൊന്നു തള്ളണ്ടേ? പൊന്ന വേണ്ടായിരുന്നോ? മമ്മ പറ. അവൻ എന്റെ മോന. കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ലാളിച്ചതും അവനെയാ. ഈ വയറ്റിന്ന് അവൻ വന്നത്. അപ്പൊ അവനെ കൊന്നവരോട് നിങ്ങളെക്കാളൊക്കെ ദേഷ്യം എനിക്കാണ് വേണ്ടത്. പക്ഷേ നമ്മൾ സുരക്ഷിതരല്ല. ജോസെ, അല്ലെങ്കിലേ പോലീസിന്റെ നോട്ടപ്പുള്ളിയാ നീ. ഇനി ഈ പേരും പറഞ്ഞ് അവര് വീട്ടിൽ കയറി നിരങ്ങും. നിങ്ങളുടെ അപ്പന്റെ കാലത്ത് ഒരുത്തനും ഈ വീടിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. ഇപ്പൊ ആ അപ്പന്റെ മക്കൾ അതിനേക്കാൾ ഗ്രേഡ് കുറഞ്ഞ പോലീസിനെ ഭയന്ന് ജീവിക്കുന്നു. എതിരാളികളെ ഭയപ്പെടുത്താനാവണം നിങ്ങളുടെ അപ്പൻ കാർലോസിനെ പോലെ. അതുകൊണ്ടുകൂടിയാ അവരൊക്കെ അപ്പനെ ഗാംബിനോ എന്ന് വിളിച്ചത്. അങ്ങേരോടുകൂടി ആ പേരും പോയി. വിജയ അപ്പറ അകത്തുള്ള വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. മമ്മ, സോളമച്ചായൻ പുറത്തു വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം. ജോസെ, നീ ആ സൈക്കാട്രിസ്റ്റിനെ ഒന്ന് പോയി കാണണം. മരുന്ന് കണ്ടിന്യൂ ചെയ്യ്. വാ. സോളമ, ഞാൻ അഡ്വക്കേറ്റുമായി സംസാരിച്ചു. നീ കീഴടങ്ങുന്നതാണ് നല്ലതെന്നാ വക്കീല് പറയുന്നത്. അതൊന്നും ശരിയാവല്ലോ അമ്മ. എന്നിട്ട് ജാമ്യത്തിലിറങ്ങാം മോനെ. ഇതൊരു സാധാരണ കേസല്ല, പോലീസ് മർഡറാ. അവര് വെറുതെ ഇരിക്കില്ല. അവരായിട്ട് നിന്നെ പൊക്കിയാൽ അറിയാലോ. ആദ്യം അഡ്വക്കേറ്റായിട്ട് സംസാരിച്ച് നിങ്ങൾ മുൻകൂർ ജാമ്യം റെഡിയാക്ക്. എനിക്ക് പറ്റില്ല പോലീസുകാരുടെ മൊഴിയെടുപ്പിന് നിന്നു കൊടുക്കാനായിട്ട്. അല്ല, അവനെ കണ്ടില്ലല്ലോ. ശരിയാ. അലക്സേ, മുസ്തഫ എവിടെയാ?
മുസ്തഫ, നിനക്ക് പാചകമൊക്കെ അറിയോ? ആ, കുറച്ചൊക്കെ. മമ്മി ഇടയ്ക്കൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു. മമ്മി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. പപ്പയാണെങ്കിൽ വലിയൊരു ഭക്ഷണപ്രിയ. മമ്മിയുടെ മീൻകറിയൊക്കെ നല്ല രസമാണ്. അല്ല, നിങ്ങളിവിടെ കഥ പറഞ്ഞോണ്ടിരിക്ക, ഒരാളവിടെ വിശന്നിട്ട് പിച്ചും പേയും പറയുന്നുണ്ട്. വാ. ഇവള് പറഞ്ഞു നീ പഠിപ്പ് നിർത്തി ജോലിക്ക് ശ്രമിക്കാന്ന്. കൂടെ പഠിപ്പും വേണം. ഇത് തന്നെയാ മമ്മയും പറഞ്ഞു. ആ, തൊണ്ടയാട് ബൈപ്പാസിൽ ഇന്നലെ നടന്ന 2 പോലീസുകാരുടെ കൊലപാതകത്തിന് പ്രതികൾ ഉപയോഗിച്ചിരിക്കുന്നത് മോഷണ വാഹനമാണെന്ന് തെളിഞ്ഞു. അതിവിദഗ്ധരായ വാഹനമോഷ്ടാക്കളുടെ പങ്കും കേരള പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. എന്ത് വില കൊടുത്തും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിനിടയിൽ കൊല ചെയ്യപ്പെട്ട പോലീസുകാരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി. ആരാ? മുസ്തഫ ഇല്ലേ? അകത്തുണ്ട്. അലക്സ എന്ന് പറഞ്ഞാൽ മതി. മുസ്തഫ, ഏതോ ഒരു അലക്സ് കാണാൻ വന്നിട്ടുണ്ട്. എന്താ വന്ന്? പെട്ടെന്ന് ഇറങ്ങ, വാ പോവാം. സ്റ്റേഷനിൽ വെച്ച് അവരെന്തൊക്കെയാ ചോദിച്ചത്? ഓരോന്ന് ഓർത്തെടുത്ത് പറഞ്ഞേ. ഒന്നും വിട്ടുപോകരുത്, ഒരു വാക്ക് പോലും. വാക്കുകളിലാണ് അവർ നമ്മെ ചതിക്കാനുള്ള പോയിന്റുകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേർഡ് ബൈ വേർഡായിട്ട് പറ. അതിന് മാത്രമൊന്നും അവർ ചോദിച്ചില്ല. നീയായിട്ട് അവരോട് എന്തൊക്കെ പറഞ്ഞു അത് കൃത്യമായിട്ട് പറ. അവരെൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു. പോലീസുകാർ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കും. പല ആംഗിളുകളിലാവും ചോദിക്കുക. നമ്മളായിട്ട് അവർക്കൊന്നും ഇട്ടുകൊടുക്കരുത്. അവര് ചോദിക്കട്ടെ, അതവരുടെ ഡ്യൂട്ടിയാണ്. മിണ്ടാതിരിക്കുക, അതാണ് നമുക്ക് നല്ലത്. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാം അല്ലേ? മർഡർ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സോളമനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കുമാറും സംഘവുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് വെടിയേറ്റ് മരിച്ചത്. സർ, നമ്മുടെ നഗരത്തിലെ മാഫിയകൾ കുറച്ചു കാലമായി പിടിമുറുക്കിയിരിക്കുന്നു. ഇവിടെ പോലീസും ഒരു ആഭ്യന്തര വകുപ്പും ഉണ്ടായിട്ടും. ശരിയാണ്, ഇത്തരം ക്രൈം നഗരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കാണ് ചുമതല. ഇനിയൊരു അതിക്രമവും ഉണ്ടാവില്ല. അതിന്റെ ആദ്യപടിയാണ് ഇത്തരക്കാർക്കെതിരെയുള്ള പോലീസ് മൂവ്മെന്റ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാം. താങ്ക് യു. എന്റെ കുട്ടികൾക്ക് ഈ ഗതി വന്നല്ലോ. ഇതൊക്കെ കാണാനാണോ കർത്താവേ നീ എനിക്ക് ആയുസ് തന്നത്? അവനോട് പറഞ്ഞതല്ലേ പോലീസിൽ കീഴടങ്ങാൻ. പറഞ്ഞാ കേൾക്കില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? അവനെ മാത്രം എന്തിനാടാ നീ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ ഞാനാണോ കുറ്റക്കാരൻ? ഞാനാണോ പറഞ്ഞത് ഒളിവിൽ പോകാൻ? മമ്മ പറയുന്നത് കേട്ടതൊന്നും ഞാനാണ് കുറ്റക്കാരനെന്നോ? നീ തന്നെയാ. നിന്റെ അടുത്ത ചാട്ട എല്ലാത്തിനും കാരണം. ഞാൻ എന്തെടുത്ത് ചാടിയെന്ന് നിങ്ങൾ ഈ പറയുന്നേ? മരിക്കുന്നതിന് മുന്നേ പപ്പ ഉണ്ടാക്കി വെച്ച കടബാധ്യതകളൊക്കെ നിങ്ങൾ മറന്നോ? ഇടയ്ക്കൊക്കെ പിന്നിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്റെ ഒരാളുടെ ചങ്കൂറ്റം കൊണ്ടാ നമ്മൾ ഈ നിലയിലെത്തിയത്. ഏത് നിലയിലാടാ? അവസാന കാലത്ത്
എന്റെ മക്കളുടെ ചോരയിൽ പൊതിഞ്ഞു കെട്ടിയ ശവശരീരങ്ങൾ കാണേണ്ടി വന്നതോ? അതാണോ നിന്റെ നില, നിന്റെ ചങ്കൂറ്റം? അതൊക്കെ അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം. മമ്മയും മക്കളും ഇത്രയും കാലം സുഖിച്ച് ജീവിച്ചില്ലേ? അന്ന് ആരും പറഞ്ഞില്ല ഒരു നല്ല വാക്കും. ഇപ്പൊ കുറ്റം എനിക്ക്. നന്ദി വേണം, നന്ദി. ഞാൻ എന്തിനാടാ നിന്നോട് നന്ദി കാണിക്കേണ്ടത്? പറ. 10 മാസം ചുമന്ന് പെറ്റതിനോ? ആ പിന്നെ വളർത്തിയതിന്റെ വലുതാക്കിയതിന്റെ മഹത്വം പറയാതിരിക്കുന്ന നല്ലത്. ഇറങ്ങി പോടാ, നിനക്ക് വട്ട. നീ തന്നെ എന്റെ മക്കളെ കൊന്നു. അനാവശ്യം പറയരുത്. ഞാനാണ് അവരെ കൊന്നത്. അവരുടെ കയ്യിലിരിപ്പിന് എന്നെ കുറ്റം പറയണ്ടെന്താ? മതി. ഇനി നീ ഒരക്ഷരം മിണ്ടി പോകരുത്. മമ്മയൊന്നും ചെയ്യരുത്. എന്താടാ? മമ്മയെ ഉപദ്രവിക്കരുതെന്ന്. ഏയ്, അത് പറയാ നീ ആരാടാ? ആരാടാ നീ? വിടന്നെ, വിട. നീ ആരാടാ? അവിടെ നിൽക്ക. എന്താ പ്രശ്നം? ഒന്നുമില്ല, ചുമ്മാ ഓടി ഇങ്ങനെ. മുസ്തഫ ഇവിടെ ഓക്കെ അല്ലേ? അവൻ ഓക്കെയാണ് അല്ലടാ? ഞാൻ ഇവനെ ഒന്ന് കൊണ്ടുപോകും. ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. സാറേ, ഇവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഇവനെ ഞാൻ അനുസരിപ്പിക്കാം. ഇവനോട് ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കേ, ഞാൻ മറുപടി തരാം. ഇപ്പോൾ ആവശ്യമില്ല. ആവശ്യം വന്നാൽ തീർച്ചയായും ചോദിച്ചിരിക്കും. ആ പോലീസുകാരുടെ മർഡറുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ എനിക്ക് തരാനാകും. സാറിനെ ഏത് വിധത്തിലും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഒരുക്കുക. ഓക്കെ, താങ്ക്സ്. എനിക്കിപ്പോൾ ഇവനെ മാത്രം മതി. ആ മുസ്തഫ ചെല്ല്, ഞാൻ വക്കീലിനെ കൂടെ വിടാം. വാ. ഈ കേസ് എത്രയും വേഗം തീരുമാനമാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം. അവര് പോലീസാണ്. നിന്നെ പലതും പറഞ്ഞവര് ബ്രെയിൻ വാഷ് ചെയ്യും. ഒന്നും വിട്ടു പറയരുത്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്ര തന്നെ. ഞാനും നീയും ബ്ലഡ് റിലേഷനാ. നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് നിന്റെ മമ്മിയായിരുന്നു. എൻ്റെ അലീനയുടെ മകനാണ് നീ. നിനക്കൊരാപത്ത് വന്നാൽ മുന്നിൽ ഞാനുണ്ടാവും. അതിന് മരിക്കാനാണെങ്കിലും നിനക്ക് വേണ്ടി എത്ര പണം എറിയാനും ഞാൻ റെഡിയാ. കാരണം നീ എൻ്റെ ചോരയാ. നിന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാ, ബാധ്യതയാ. ഏയ്, ഞാൻ ഒരിക്കൽ ചോദിച്ചതാണ്, ഒന്നുകൂടെ ആവർത്തിക്കുന്നു. മുസ്തഫ, എബി കൊല്ലപ്പെട്ടതിന് ശേഷം അയാളുടെ ബ്രദേഴ്സ് പ്രധാനമായും എന്താണ് ഡിസ്കഷൻസ് നടത്തിയത്? ശവസംസ്കാര ചടങ്ങ് എങ്ങനെ നടത്തണമെന്നായിരുന്നു പ്രധാന ഡിസ്കഷൻ. ഇമോഷണലായിട്ട് എന്തെങ്കിലും പറഞ്ഞു? സ്വന്തം സഹോദരൻ കൊല്ലപ്പെട്ട ദുഃഖമുണ്ടാവുന്നതും അത് പ്രകടിപ്പിക്കുന്നതും സ്വാഭാവികമാണല്ലോ. മുസ്തഫ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ വക്കീല് പറഞ്ഞു പോലീസ് പല ചോദ്യം ചോദിക്കുമൊന്നും പറയണ്ടെന്ന്. മുസ്തഫയുടെ ഒരു മൊഴി മതി. ഈ കേസിൽ നിർണായകമായ പല വഴിത്തിരിവുകളും നമുക്കുണ്ടാക്കാം. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവാതിരിക്കാൻ ഇവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ തന്നെ തെറ്റാണ്. പിന്നെങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഴി മുസ്തഫയ്ക്ക് തരാൻ പറ്റുക? പിന്നെ തെളിവുകളാണ് വേണ്ടതെങ്കിൽ ഇവനോ മറ്റൊരാളോ നിങ്ങൾക്ക് വേണ്ടി കൃത്രിമമായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്ന തെളിവുകളോ മൊഴികളോ കോടതി നിൽക്കുവോ? ഇല്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, വാ. അതെ, ആ DVSP ആളല്പ പെശക. ഇതുവരെ അവർക്ക് ആ മുസ്തഫയുടെ അടുത്ത് നിന്നൊന്നും കിട്ടിയിട്ടില്ല. എന്നും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അവനെ തനിച്ച് കിട്ടിയാലേ അവർക്ക് അറിയാൻ പറയിപ്പിക്കാൻ. നിങ്ങൾ ചെയ്ത വലിയ മണ്ടത്തരമായിപ്പോയി. അവനെ പോലെ മുൻപരിചയമില്ലാത്ത ഒരാളെ കാറ് മോഷ്ടിക്കാൻ പറഞ്ഞു വിടരുതായിരുന്നു. അവനാണ് ആ കാറ് മോഷ്ടിച്ചെന്ന് മൊഴി കൊടുത്താലേ നമ്മുടെ കേസ് അവിടെ പൊളിയും. ആ കാർ എടുക്കാൻ നിങ്ങൾ തന്നെ അവനെ പറഞ്ഞു വിട്ടത്? അലക്സിനോടാ പറഞ്ഞത്. എന്റെ അടുത്ത് ആര് പറഞ്ഞെന്ന്? ഞാൻ ആദ്യം നിന്നോടാ പറഞ്ഞത്. ജോസഫ് ഇച്ചായം പറഞ്ഞ അവന്റെ അടുത്താ. ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോ എല്ലാം കൂടി എന്റെ തലയിൽ എടുത്തു വെച്ചോ. ഇതാണ് ജോസിന്റെ കുഴപ്പം. നിനക്ക് ആ കാർ എടുക്കാൻ പറ്റുമായിരുന്നു. അതനുസരിക്കാതെ നീ അവനെ കൊണ്ടെടുപ്പിച്ചു. അതല്ലേ കുഴപ്പമായത്? ഞാൻ അവനെ അത് തന്നെ അലക്സ കുഴപ്പമായത്. എന്ത് ജോസ് നീ പോയി ആ കാർ എടുത്തോണ്ട് വരണമായിരുന്നു. പറഞ്ഞനുസരിക്കില്ലല്ലോ, അതല്ലേ പ്രശ്നമായത്? നിർത്ത്. നിങ്ങളുടെ തർക്കം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അവനോട് പറഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക്. അലക്സേ, നിങ്ങൾ ആര് ചെയ്താലും അത് വലിയ മണ്ടത്തരായി പോയി.